കൊൽക്കട്ടയിലെ എക്സ്പ്ലനേഡ് എന്ന് പറഞ്ഞ മെട്രോൻ്റെ അടുത്തുള്ള ബസ് സ്റ്റേഷനിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ കൊൽക്കട്ടയിൽ നിന്ന് ഞാനിപ്പോൾ സിലിഗുരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്. അവിടെ നിന്ന് അതിനുശേഷം ഗുവാഹത്തി പോയിട്ട് മേഘാലയ പോകാനായിരുന്നു പ്ലാന്. അപ്പോൾ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വന്നു. സിലിഗുരിയുടെ ഏകദേശം ഒരു 3-4 അവേഴ്സ് നമുക്ക് പോയി കഴിഞ്ഞാൽ ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാളിൽ ഉള്ള സ്ഥലമാണ്. ഡാർജിലിംഗ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒന്ന് കണ്ട് ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് മേഘാലയ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സിലിഗുരി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടം വരെ എത്താനായിട്ട് വോൾവോ ബസ്സിൽ മേടിക്കുന്ന 1100 നോൺ AC ബസ്സിലൊക്കെ വരുമ്പോൾ 700 രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് ഡാർജിലിംഗിലേക്ക് പോകണം. അതിന് ഷെയർ ടാക്സി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 250 രൂപ മേടിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിലെ KSRTC പോലെ ഇവിടുത്തെ 105 രൂപയാണ്. ഈ ഈസി റൈഡിൽ നിന്ന് കാണുന്ന ബോർഡുണ്ടല്ലോ, ഇവരുടെയൊക്കെ നല്ല ബസ്സുകളാണ് കേട്ടോ വോൾവോ ബസ്സുകളൊക്കെ. അതിനോടൊപ്പം തന്നെ ഞാൻ അടുത്ത ദിവസം പോകേണ്ട യാത്രയ്ക്കുള്ള ടിക്കറ്റ് കൂടി എടുത്തു വെച്ചു. ഞാൻ ഡാർജിലിംഗ് പോയിട്ട് ഇതേ സ്ഥലത്ത് തന്നെ എനിക്ക് സിലിഗുരിയിൽ തന്നെ തിരിച്ചു വന്നിട്ട് അതിനുശേഷം ഷിലോങ്ങിലേക്ക് ഡയറക്റ്റ് പോവാണ്. ഗുവാഹത്തി ഇറങ്ങിയിട്ടും പോവാം. ഗുവാഹത്തിക്ക് ഇറങ്ങിയിട്ട് പിന്നെ 3 മണിക്കൂർ പോകണം. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ബസ് കിട്ടി ഇവിടുന്ന്. അപ്പോൾ ഈ ബസ് വന്നിട്ട് നമുക്ക് പോകുന്നത് ഡാർജിലിംഗിലേക്കുള്ളതാണ് കേട്ടോ. നമ്മുടെ KSRTC പോലെ NS എന്തോ ഫുൾ ഫോം ഉണ്ട്. 105 രൂപയാണ് ചാർജ്. ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിൻ്റെ പാട്ടാണെങ്കിലും ആൾക്കാരൊക്കെ കാണാനായിട്ട് ഒരു നേപ്പാളീസ് പോലെയൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം നേപ്പാളിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ബോർഡറാണ്. വെസ്റ്റ് ബംഗാളിൻ്റെ സിലിഗുരി എന്ന് പറഞ്ഞ് ഇപ്പോൾ കയറിയ സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് നേപ്പാളിൻ്റെ ബോർഡർ കിട്ടും. അതേപോലെ ഒരു 150-160 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭൂട്ടാൻ്റെ ബോർഡർ കിട്ടും കേട്ടോ. നേപ്പാളിൽ വിസ ഫ്രീ ആണ്. അതേപോലെ ഭൂട്ടാനിൽ പോകണമെങ്കിൽ എന്തോ ഓൺലൈനിൽ ചെറിയൊരു ഫോം ഫില്ല് ചെയ്ത് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. 2 സ്ഥലത്തേക്കും വിസിറ്റ് ചെയ്യാനായിട്ട് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ. വോട്ടർ ID അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ ഡാർജിലിംഗിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഒരു ദിവസമേ ഉണ്ടാവൂ, ഹാഫ് ഡേ ഒരു ദിവസം, നെക്സ്റ്റ് ഡേ ഹാഫ് ഡേ. അപ്പോൾ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് അതിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നോക്കുന്നത്. ഇതിവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഹിമാലയൻ റെയിൽവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇതൊരു ടോയ് ട്രെയിനാണ്. നമുക്ക് മിനിമം 2 hours അതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടി വരും. 1000 മുതൽ 1500 രൂപ വരെയാണ് ചാർജ്, ഡിപ്പെൻസ് ഓൺ ദ ലൊക്കേഷൻ. പക്ഷേ ചാർജ് വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ഏരിയയുടെ പേരാണ് ചൗക്ക് ബസാർ കേട്ടോ. അതേപോലെ ഇവിടെ ചൗക്ക് ബസാർ ബസ് സ്റ്റാൻഡും ഉണ്ട് തൊട്ടടുത്ത് തന്നെ. നമുക്ക് സിലിഗുരി എന്നൊക്കെ വരുന്ന ബസ്സുകളൊക്കെ അവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നതും. കുറേ ഷെയർ ടാക്സി കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. ഈ ഒരു ടോയ് ട്രെയിനിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പോഴും കൽക്കരി ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഈ ഒരു ഏരിയനെ പറയുന്നതാണ് ചൗരാസ്ത കേട്ടോ. എന്താ പറയുക, ഒരു സെൻറ്റർ ഓഫ് ദി സിറ്റി, ഒരു വൈബുള്ള സ്ഥലം എന്നൊക്കെ പറയുമല്ലോ, അതാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ടെമ്പിളും ഉണ്ട് കേട്ടോ. മഹക്കൽ മന്ദിർ എന്നാണ്. ഡാർജിലിങ്ങിനെ ക്യൂൻ ഓഫ് ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്, മലനിരകളുണ്ട്. എനിക്കിവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ഊട്ടിയോ അല്ലെങ്കിൽ കൊടൈക്കനാലിൻ്റെ ഒക്കെ വ്യത്യാസം തോന്നിയത് എല്ലാവരുടെ ഫേസും നമ്മളെ നേപ്പാളീസിൻ്റെ പോലെയൊക്കെയാണ് ഉള്ളത്. കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് നേപ്പാളി ഭാഷയാണ് കേട്ടോ. അവർക്ക് വെസ്റ്റ് ബംഗാളിലെ, അതായത് ബംഗാളി ഭാഷ അവർക്ക് അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്ത സ്റ്റേ ആണ്. ഡോർമെറ്ററി സെറ്റപ്പാണ്. 450 രൂപയാണ് ഒരാൾക്ക് ചാർജ്. നല്ല നീറ്റായിട്ടുള്ള അക്കോമഡേഷനാണ്, കുഴപ്പമില്ല. നെക്സ്റ്റ് രാവിലെ തന്നെ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു സൂ കാണാൻ വന്നു. 110 രൂപയാണ് എൻട്രൻസ് ഫീസ് ആയിട്ട് വരുന്നത് കേട്ടോ. അതിൽ ഇൻക്ലൂഡായിട്ട് ഇവിടുത്തെ ഒരു മ്യൂസിയവും വരുന്നുണ്ട്. ടേസ്റ്റ് വന്നിട്ട് ഇവിടെ മുടക്കണം കേട്ടോ. അതേപോലെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി മൃഗം പറയുകയാണെങ്കിൽ റെഡ് പാൻഡാണ്. നമ്മളെ ഷെയറിംഗ് റൂമിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെ നമ്മൾ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. 50 രൂപ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഫോണിലെടുക്കാം. അതല്ല പ്രിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ 150 രൂപ വരും.
ഹിമാലയൻ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ കയറാൻ പോകുമ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതേപോലെ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണിക്കലാണ്. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ അലോഡ് അല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്ത് വേറെ കുറച്ച് കുട്ടികൾക്കൊക്കെ പറ്റിയ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിന് എക്സ്ട്രാ ചാർജ് മേടിക്കുന്നുണ്ട്. അടുത്തത് ഇവിടെ തൊട്ടടുത്ത് തന്നെ റോപ്പ് വേ ഉണ്ട്. റോപ്പിക്ക് 250 രൂപ വൺ വേ, അതേപോലെ തിരിച്ചു വരാനായിട്ട് 350 ചാർജ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് അവിടെ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ആയിട്ട് ക്ലോസ് ആയിരുന്നു. ഇവിടെ ഒരു റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥലം കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന വഴിയിൽ നല്ലൊരു ഹോട്ടൽ കണ്ടു. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. 2000 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഓഫ് സീസണാണ്, സീസൺ ടൈമിൽ അത് കുറച്ചുകൂടി മേലേക്ക് വരാം. അപ്പോൾ അതിൻ്റെ നമ്പറൊന്ന് കൊടുക്കുന്നുണ്ട്. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. റോപ്പേയുടെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് വാക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന, അതായത് മൗണ്ടൻ ക്ലൈമ്പിങ്ങിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം കാണാൻ പറ്റും. ജസ്റ്റ് കാണാനുള്ള ഇവിടെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേറെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിർബന്ധമായിട്ട് വരേണ്ട ഒരു സ്ഥലമൊന്നുമല്ല. ഇവിടെ അടുത്ത് വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് കയറിയെന്നുള്ളൂ. അപ്പോൾ तो क्या प्लान है नेक्स्ट आपका? मेरा गैंगटॉक का प्लान है। गैंगटॉक अकेले आए हो भाई? हैं 20 दिन का प्लान? 20 दिन का प्लान और उसके गुवाहाटी, मेघालय और तवांग. चल ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സോളോ ട്രിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഷെയറിങ് ഹോം സ്റ്റേയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ കണ്ടത് നമ്മളിവിടുത്തെ ഒരു സ്കൂളാണ്. അപ്പോൾ സ്റ്റേയിൽ ബൈ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി മേഘാലയയിലെ വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ.